നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരും ചോദിച്ച ഒരാളാണ്, ആരാണ് ജിഫ്രി തങ്ങളുടെ വാഹനത്തിൽ അദ്ദേഹത്തെ ഡ്രൈവർ എന്ന് ഞാൻ ഒരിക്കലും വിശേഷിപ്പിക്കില്ല, ഡ്രൈവറുമല്ല, ഒരു സ്നേഹബന്ധത്തിൽ മാത്രം ജിഫ്രി തങ്ങളുടെ ഈ ഒരു വാഹനത്തെ തെളിയിക്കുന്ന ആളാണ്. ആരാണ് ഹാരിസ്? കാസർഗോഡാണ്. കാസർഗോഡ് പള്ളിക്കരയാണ്. ജിഫ്രി തങ്ങളായിട്ടുള്ള ബന്ധം എന്താണ്? വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. എങ്ങനെ? സമസ്തയോടുള്ള ബന്ധം. എന്താ ചെയ്യുന്നത്? നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ദുബായ് ബിസിനസ് ചെയ്യുന്നത്. ബിസിനസ്സാണ്. എന്ത് ബിസിനസ്? സൂപ്പർ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പം ജിഫ്രി തങ്ങളുമായിട്ടുള്ള ഒരു ബന്ധമാണോ, അല്ലെങ്കിൽ ജിഫ്രി തങ്ങൾ ആവശ്യപ്പെട്ടോ ഹാരിസ് എൻ്റെ കൂടെ വേണമെന്ന്? ഇല്ല, നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. തങ്ങളോട് പറഞ്ഞു? അല്ല, കമ്മിറ്റിക്കാരോട് പറഞ്ഞു. ഞാനുണ്ടാകുമെന്ന് പറഞ്ഞു. വാഹനം സ്വന്തമാണ്. അതെ അതെ. അപ്പം ഇങ്ങനെ ഒരു ഇപ്പോൾ ഒരു വലിയൊരു അവസരമാണ്. കാരണം ആളുകളൊക്കെ ചോദിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ, ആരാണ് ഈ ഹാരിസ്? വലിയ ഭാഗ്യം ചെയ്ത ആളാണ്. ഇപ്പം 8ാമത്തെ ദിവസം നമ്മൾ സംസാരിക്കാം. ഇതുവരെ തങ്ങളുടെ കൂടെയുള്ള ഒരു അനുഭവം എന്താണ്? പിന്നീട് പറഞ്ഞ പോലെ പിന്നെ ഒരു ദിവസം പറയാം. ഇതൊക്കെ പറയാനായിട്ടില്ല. ക്ഷീണമുണ്ടോ? ഏയ്, അങ്ങനത്തെ ക്ഷീണേ ഇല്ല. ഒരു ക്ഷീണമില്ല. ഒരു ക്ഷീണമില്ല. ഉറക്കമൊക്കെ കൃത്യം മാത്രമല്ല, തങ്ങൾക്ക് പോലും ഒരു ക്ഷീണമില്ല. നമുക്ക് ക്ഷീണം? ഒരു ക്ഷീണമില്ല. ഞങ്ങൾക്കും ഇല്ല. അതെ, ഞങ്ങള് ഏകദേശം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജൂലൈ 30 വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആളാണ്. സുപ്രഭാതം കാരവനുമായിട്ട് ബന്ധപ്പെട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഈ ഒരു ക്ഷീണവും നമുക്കിപ്പോൾ ഇല്ല. ഏതായിരുന്നാലും ആരിസ്ക നമ്മുടെ കൂടെ ഈ യാത്ര കഴിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും നമ്മൾ വരും. ഏതായാലും ആരിസ്ക പ്രൈമറി നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു, ആരിസ്ക ആരാണ് എന്താണ് എന്നൊക്കെ. നമുക്ക് അദ്ദേഹത്തിന് ഇപ്പോൾ പറയാൻ ഇതുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് ഓക്കെ തങ്ങളിപ്പോൾ ഇറങ്ങും. അപ്പം അതിന് മുന്നേ അതിൻ്റെ ക്രമീകരണം അദ്ദേഹം ഒരുക്കേണ്ടതുണ്ട്.